സുന്നത്തിയമായത്തിന്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ ഔഫ് എന്ന സുന്നി പ്രവർത്തകനെ യാതൊരു കാരണവുമില്ലാതെ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഈ ഒരു സംഭവം മനഃസാക്ഷിക്ക് ഒരിക്കലും നിരക്കാത്തതും ഞെട്ടിപ്പിക്കുന്നതുമായൊരു സംഭവമാണ്. പൊതുവിൽ സുന്നി പ്രവർത്തകന്മാരെ വേട്ടയാടുക എന്നത് ചില രാഷ്ട്രീയക്കാരുടെ സ്ഥിരമായുള്ള ഒരു പല്ലവിയാണ്. കേവലം സുന്നത്യമായത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നത് മാത്രമാണ് അബ്ദുറഹ്മാൻ ഔഫുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉന്നയിക്കാനുള്ള ഏക കാര്യം. രാഷ്ട്രീയത്തിന്റെ പേരിൽ പോലും എതിർപക്ഷക്കാരനായാൽ പോലും മാന്യമായ നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സൌഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അണികളിൽ വളർത്തേണ്ട സംസ്കാരം. കുറെ വിധവകളെയും കുറെ അനാഥ മക്കളെയും സൃഷ്ടിക്കുക എന്ന തരം താഴ്ന്ന രാഷ്ട്രീയ അപജയത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ, പ്രത്യേകിച്ച് സമുദായ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട അണികൾ സംസ്കാരശൂന്യരായി അധപതിക്കുന്നു എന്നതാണ് ഈ ഒരു വധവും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വലിയ ചോദ്യം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ അണികളെ കയറൂരി വിട്ട് എതിരാളികളെ നിഷ്ഠൂരമായി വകവരുത്തി കുറെ അനാഥരെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. സർക്കാർ ഈ സന്ദർഭത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അറിഞ്ഞെടുത്തോളം സാക്ഷികളെ വരെ സ്വാധീനം ചെലുത്താൻ തക്ക രീതിയിലുള്ള ചില നിഗൂഢമായ ശ്രമം പ്രതികളുടെയും പ്രതികളെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സുന്നി പ്രവർത്തകർ ആശങ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. ഈ സമയത്ത് സർക്കാരും ഭരണ സംവിധാനവും പോലീസും വളരെ നന്നായി ഇടപെടുകയും നിർബന്ധമായും കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കുകയും ഒരു രാജ്യത്തും ഒരു നാട്ടിലും ഇത്തരം നിഷ്ഠൂരമായ സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തിന് ഇത് സഹിക്കുവാനുള്ള ക്ഷമ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ അബ്ദുറഹ്മാൻ ഔഫിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ നിലപാട്.